അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ഓഫ് ബാത്തി. പതിവ് പോലത്തെ ഒരു ഡെയിലി ലൈഫാണ് ഇന്നും കാണിക്കുന്നത്. ഇന്നത്തെ ദിവസത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരുന്നു കൊഞ്ചേറി വെക്കുന്നത്. കൊഞ്ച് ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. കൊഞ്ചാണെങ്കിൽ ഇവിടെ സാധാരണ പൊരിക്കുക അല്ലെങ്കിൽ പുരട്ടുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോഴൊക്കെ എനിക്ക് വീട്ടിലെ കൊഞ്ച് കറി മിസ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് കൊഞ്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് കൊഞ്ച് കറി വയ്ക്കാൻ പോകുന്നത്. പരീക്ഷണം ആയതുകൊണ്ട് തന്നെ യൂട്യൂബിൽ ഇതിൻ്റെ റെസിപ്പിയൊക്കെ നോക്കിയിരുന്നു. പിന്നെ എൻ്റെ ഉമ്മയെ വിളിച്ചും ചോദിച്ചിരുന്നു വീട്ടിൽ എങ്ങനെയാണ് കൊഞ്ച് കറി വെക്കുന്നതെന്നൊക്കെ. കറി വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് ആദ്യമായിട്ട് വെച്ചതാണെന്നൊന്നും തോന്നിയില്ല, കാരണം നല്ല രുചിയുണ്ടായിരുന്നു. ഈ പരീക്ഷണ വിഭവങ്ങൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ശരിക്കും ഈ കറിയിൽ വടക്കംപുളിയാണ് ചേർക്കേണ്ടത്. അതില്ലാത്തതുകൊണ്ട് ഞാൻ വാളംപുളി പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഉപ്പ് ചേർക്കുന്നത് കാണിക്കാൻ വിട്ടുപോയെന്ന് പിന്നീട് വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കൊഞ്ച് ചേർക്കുന്നതിന് മുമ്പ് ഉപ്പ് കറക്റ്റാണോ എന്നൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇന്നൊരു കൊറിയർ വന്നിരുന്നു. അപ്പോൾ അത് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഉമ്മ വന്നപ്പോൾ പറഞ്ഞിരുന്നു എന്തോ ഒരു ഐറ്റം വരാനുണ്ടെന്ന്. എന്താണെന്ന് ചോദിച്ചിട്ട് പറഞ്ഞില്ല. അപ്പോൾ ഇത് പൊട്ടിച്ചെടുത്തപ്പോഴാണ് മനസ്സിലായത് ഊഞ്ഞാലാണെന്ന്. ഞങ്ങളുടെ സിസ്റ്റർ ഗിഫ്റ്റ് ചെയ്തൊരു ഊഞ്ഞാൽ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. ഈ പാഴ്സൽ വരുന്നതിൻ്റെ തലേ ദിവസവും ഞങ്ങൾ പറഞ്ഞിരുന്നു ഇതുപോലൊരു ഊഞ്ഞാൽ കൂടെ വാങ്ങണം എന്ന്. മോളുടെ 7ാം മാസത്തിലെ ഫോട്ടോ എടുത്തിരുന്നില്ല, അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ ഞാൻ ഇന്ന് എടുത്തതല്ല, ഡിസംബർ 4-നാണ് എടുത്തത്. ശരിക്കും നവംബർ 30-നാണ് മോൾക്ക് 7 മാസം തികഞ്ഞത്. പിന്നെ ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് പുതിയൊരു മെമ്പർ കൂടി വന്നു. എൻ്റെ കസിൻ ഒരു കുട്ടി ഉണ്ടായി. അൽഹംദുലില്ലാഹ് ബോയ് ബേബിയാണ്. ഈ മാസത്തെ ഫോട്ടോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ ഇനിയും ഒരുപാട് നീണ്ടു പോകണ്ടെന്ന് കരുതിയിട്ട് ചെയ്തതാണ്. ഷോൾ കൊണ്ടാണ് ഞാൻ 7 എഴുതിയത്. പിന്നെ കുറച്ച് ഹെയർ ബോസ് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ഭംഗി പോരാന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ച് ഫ്ലവേഴ്സൊക്കെ കൂടി ആഡ് ചെയ്ത് കൊടുത്തിരുന്നു. എന്നിട്ടും എനിക്കൊരു തൃപ്തി ആയില്ല. എങ്കിലും ഫോട്ടോ എടുക്കാമെന്ന് തന്നെ വിചാരിച്ചു. എൻ്റെ മോളുടെ അതേ പ്രായം തന്നെയാണ് ബ്രദറിൻ്റെ മോൾക്കും. 11 ദിവസത്തെ വ്യത്യാസം മാത്രമാണ് അവർ തമ്മിലുള്ളത്. ഏപ്രിൽ 19-ന് ബ്രദറിൻ്റെ മോളും 30-ാം തീയതി എൻ്റെ മോളും ജനിച്ചു. അതിനും ദിവസങ്ങൾക്ക് മുമ്പ് ഏപ്രിൽ 6-ാം തീയതി എൻ്റെ വേറൊരു കസിനും മോനുണ്ടായിരുന്നു. ആ ഒരു പ്രഗ്നൻസി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിരുന്നു. കാരണം അവരുടെ മൂത്ത കുട്ടിക്ക് 16 വയസ്സ് കഴിഞ്ഞിരുന്നു. ഞങ്ങളുടെ മക്കളുടെ ജനന സമയത്ത് മാത്രമല്ല അവരുടെ പേരുകളിലും ഈ സാമ്യതയുണ്ട്. ഐസൽ, ഐസ, ഹെയ്സ, ഇങ്ങനെയാണ് അവരുടെ പേരുകൾ. അപ്പോൾ ഇതൊന്നും നമ്മൾ വേണമെന്ന് വെച്ച് ചെയ്തതല്ല, അങ്ങനെ സംഭവിച്ചു പോയതാണ്. അൽഹംദുലില്ലാഹ് മക്കളെല്ലാം ഹെൽത്തി ആയിരിക്കുന്നു. വൈകിട്ട് ഞങ്ങളൊന്ന് ബീച്ചിൽ പോയിരുന്നു. ശംഖുമുഖം ബീച്ചിലാണ് പോയത്. വീടിനടുത്ത് തന്നെയുള്ള ബീച്ചായിരുന്നെങ്കിൽ കൂടി ഒരുപാട് സമയം കറങ്ങിയിട്ടാണ് അവസാനമാണ് ബീച്ചിലേക്ക് എത്തിയത്. ഈ ഒരു മണ്ഡപവും ഇവിടെയുള്ള പാലസും ഒക്കെ മിക്ക സിനിമകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് കുറച്ച് ആൾക്കാർ കടലിലേക്ക് ബോട്ട് ഇറക്കുന്നത് കണ്ടത്. കുറച്ച് സമയം ഞാനത് നോക്കിയിരുന്നിട്ട് കടലിനടുത്തേക്ക് പോയി. അപ്പോൾ എടുത്ത വിഷ്വൽസാണിത്. കടലിലേക്ക് ഈ വള്ളവും ബോട്ടും ഒക്കെ ഇറക്കുന്നത് അത്യാവശ്യം പണിയുള്ളൊരു കാര്യമാണെന്നറിയാം. പക്ഷേ അത് എത്ര സമയം എടുത്തിട്ടാണ് അത് ചെയ്യുന്നതെന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലായത്. എന്നെപ്പോലെ തന്നെ പലരും ഇത് കൗതുകത്തോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പലരും ഫോണിൽ പകർത്തുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് സഹായത്തിനായിട്ട് അവർ മറ്റൊരു ബോട്ടിലുള്ള തൊഴിലാളികളെ കൂടി വിളിക്കുന്നുണ്ടായിരുന്നു. അവരുടെയൊക്കെ പരിശ്രമം ഫലം കണ്ടപ്പോൾ അവർക്ക് മാത്രമല്ല കരയിൽ നിന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ടായി. ഈ കാഴ്ചകൾ ഞങ്ങൾക്കെല്ലാം കൗതുകമായിരുന്നെങ്കിലും അവർക്കത് അവരുടെ ഉപജീവന മാർഗമായിരുന്നു. അവരുടെ എല്ലാം ജീവിതമായിരുന്നു. ഈ അലയടിക്കുന്ന തിരമാലകൾ പോലെയാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതം എന്ന് എനിക്ക് തോന്നിപ്പോയി. ചിലപ്പോഴൊക്കെ സന്തോഷങ്ങളുടെ ഉയർച്ചയും മറ്റു ചിലപ്പോൾ ദുഃഖങ്ങളുടെ താഴ്ചയും. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.